രാജ്യത്ത് കൊറോണ കേസുകൾ വർദ്ധിക്കുന്നു. കൊറോണ ബാധിതരുടെ എണ്ണം 1000 കടന്നു. കേരളത്തിൽ 430 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് രോഗവ്യാപനം കൂടുതൽ. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് വീണ്ടും കൊറോണ കേസുകൾ വർദ്ധിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ കോവിഡ് വ്യാപനം ഇപ്പോൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. രാജ്യത്താകമാനം 1009 കേസുകൾ, ആക്റ്റീവ് കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ 752 കേസുകൾ അത് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തതാണ്, അതായത് തുടരെയുള്ള മണിക്കൂറുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് വ്യാപനം കൂടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇത് പ്രധാനമായും കേരളം, മഹാരാഷ്ട്ര, അതേപോലെ തന്നെ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് കോവിഡ് വ്യാപനം കൂടുതലായി വർദ്ധിച്ചിരിക്കുന്നത്. കേരളത്തിൽ മാത്രം 430 ആക്റ്റീവ് കേസുകളാണുള്ളത്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ 209, ഡൽഹിയിൽ 104, കർണാടകയിൽ 47 എന്നിങ്ങനെ ആക്റ്റീവ് കേസുകളുടെ എണ്ണമാണിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഈ രാജ്യത്ത് പടരുന്ന ഈ ഒരു വേർഷൻ JN1 എന്നുള്ള ഒരു വേർഷൻ അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കില്ല മനുഷ്യരിൽ എന്നുള്ളതാണ് പ്രധാനമായും ICMR അടക്കം വിലയിരുത്തുന്നത്. അതേസമയം ഈ ആശുപത്രിവാസം അടക്കം ഒന്നും ആവശ്യമില്ല, വീട്ടിൽ തന്നെയുള്ള ചികിത്സയിൽ അത് മാറാമെന്നുള്ളതേ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ICMR അടക്കം നിരീക്ഷിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ജാഗ്രത അനിവാര്യമാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കേരളം, അതേപോലെ തന്നെ തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാരുമായി പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുവാൻ വേണ്ടി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഡൽഹി അടക്കം രാജ്യ തലസ്ഥാനത്തടക്കം മുൻകരുതലുകൾ കാര്യമായി തന്നെ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ ആശുപത്രികളോടും ഈ ഓക്സിജൻ സിലിണ്ടറുകൾ, അതേപോലെ തന്നെ വെന്റിലേറ്ററുകൾ, ICUകൾ, കിടക്കകൾ അടക്കം തയ്യാറാക്കുവാൻ വേണ്ടി നേരത്തെ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ തയ്യാറാണ് എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതേസമയം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ കൊറോണ ബാധിതയായി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. രാജ്യത്ത് ഇത്തരത്തിൽ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തുവാൻ വേണ്ടി ആരോഗ്യ വകുപ്പുകൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് ICMR ഈ ഇത്തരം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വിലയിരുത്തൽ. ശരി നന്ദൻ, രാജ്യത്ത് കൊറോണ കേസുകൾ വർദ്ധിക്കുന്നു. കൊറോണ ബാധിതരുടെ എണ്ണം 1000 കടന്നു. കേരളത്തിൽ 430 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് രോഗവ്യാപനം കൂടുതൽ. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.